ഡോക്ടർ, എൻ്റെ ഒരു പല്ലിൻ്റെ സൈഡിൽ മോണൊന്ന് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രഷിങ് ടെക്നിക്ക് റോങ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ വരാമെന്ന് ഒരാൾ പറഞ്ഞത് കേട്ടു. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് നമ്മൾ പല്ല് തേക്കുന്നതെന്നുള്ളത്. അപ്പം പല്ല് തേക്കുന്നതിന് ഒരു ടെക്നിക്ക് ഉണ്ട് ഡെന്റിസ്ട്രിയിൽ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് നമ്മുടെ മോണയുടെ 45 ഡിഗ്രി ചെരിച്ച് മുകളിലോട്ട് വെച്ചിട്ട് ഒരു വൈബ്രേറ്ററി മോഷൻ കൊടുക്കുക, എന്നിട്ട് സ്വീപ്പിംഗ് മോഷനിലോട്ടേക്ക് എടുക്കുക. ഫ്രണ്ടിലത്തെ പല്ല് വരുമ്പോഴും അതേ രീതിയിലാണ് വരുന്നത്. അതായത് ഒരു 3-2 പല്ല് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് വെക്കുക, എന്നിട്ട് വൈബ്രേറ്ററി മോഷൻ, എന്നിട്ട് സ്വീപ്പിംഗ് മോഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പല്ല് കുറച്ചും കൂടെ വൃത്തിയാവും. പല്ലിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മോണയും എന്താവുന്നുണ്ട്, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ മോണയും കൂടി ഈ ഒരു ടെക്നിക്കിലൂടെ ക്ലീൻ ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്റർഡെന്റൽ സ്പേസ്, അതായത് നമ്മുടെ പല്ലില് ഇടയിൽ വരുന്ന സ്പേസിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ഭക്ഷണമൊക്കെ നല്ല വൃത്തിയിലും കൃത്യമായിട്ടും കഴുകി കളയാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഈ രീതിയിലോട്ടേക്ക് മാറ്റേണ്ടതാണ്.